ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് 3/4 കപ്പ് പാൽപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് തിളപ്പിച്ച പാൽ 1 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല തിളപ്പിച്ച പാലായതുകൊണ്ട് വേഗത്തിൽ ഇത് നമുക്ക് മിക്സായി കിട്ടും. ഇപ്പോൾ ഇത് നമ്മുടെ ഈ പാല് നന്നായിട്ട് ഇവിടെ പാൽപ്പൊടിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് അത് നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇപ്പം ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിരിക്കുന്നുണ്ട്. ഇത് സ്പൂണിൻ്റെ മീതൊക്കെ പിടിച്ചത് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ അതൊക്കെ മെൽറ്റായി പോരും കേട്ടോ. ഇപ്പോൾ ഇത് മെൽറ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലും കാപ്പിപ്പൊടിയും പാൽപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കണം, എന്നാലേ ഇത് നന്നായിട്ട് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഷുഗർ കട്ടയായി കിടക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞു വരും കേട്ടോ. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ ആ കട്ടയായിട്ട് കിടക്കുന്നതൊക്കെ അലിഞ്ഞ് നല്ല മെൽറ്റായിട്ട് വരും. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ നന്നായിട്ട് ഒരുവിധം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അരികു വശമൊക്കെ നന്നായിട്ട് വിട്ടുപോരാനായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഞ്ചസാരയുടെ കട്ടയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കണ്ടോ, ഇതൊരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തണുത്ത് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മിക്സ് കണ്ട ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും പിടിക്കുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്കത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ഞാനൊരു കുഞ്ഞൊരു പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു നെല്ലിക്കയുടെ വലിപ്പമൊന്നുമില്ല, കുഞ്ഞൊരു പീസാണ് കേട്ടോ. ഇത് ഞാൻ ഉള്ളം കയ്യിലിട്ടിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കാം. ഞാനിവിടെ ഇത് റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇത് കുഞ്ഞൊരു ബോളിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയാണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.